പ്ലേറ്റ് 3 മതി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് സെപ്റ്റംബർ 14, അതായത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 1 വർഷമായിരിക്കുകയാണ്. എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോയത്. അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത്, രാവിലെ ഇതുപോലെ റെഡി ആയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതും ഒക്കെ കറക്റ്റ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇതിപ്പോ ഒരു 10-11 മണിയൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതൊക്കെയാണ് എനിക്ക് അന്നേരം ഓർമ്മ വന്നത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതാ പറയുന്നതിന് മുന്നേ ദിവസങ്ങൾ അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നമ്മളൊരു ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. പക്ഷേ എൻഗേജ്മെന്റിനോ കാര്യത്തിനൊന്നും അല്ല, ഇന്നൊരു കല്യാണം കൂടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആരുടെ കല്യാണമാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവുകയാണ്. ഞങ്ങൾ സത്യമായി ഇന്നും കൂടി കണ്ടത് കൂട്ടിയിട്ട് 2 വട്ടമാണ് കാണാനായിട്ട് പോണത്. ആദ്യത്തെ വട്ടം ആള് കല്യാണം വിളിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാനായിട്ട് ഇരുന്നിട്ട് മൊത്തം ഡിലീറ്റ് ആയി പോയി. പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു കല്യാണത്തിന് നമുക്ക് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കല്യാണത്തിന് താണ്ട് ഞങ്ങൾ എത്തി. നമ്മൾ അൽസാജിലാട്ടോ വന്നിരിക്കുന്നത്, ട്രിവാൻഡ്രത്തുള്ള ആളുടെ വീടും ട്രിവാൻഡ്രം തന്നെയാണ്. പിന്നെ ഞങ്ങൾ വന്ന സമയം തെറ്റിയില്ല, മുഹൂർത്തത്തിന്റെ സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ കറക്റ്റ് സമയത്തിന് തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ ഞാൻ എവിടെ പോയാലും ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്തായാലും ഇപ്രാവശ്യം ലേറ്റ് ആയൊന്നുമില്ല. കേട്ടില്ല. അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയി സദ്യ കഴിച്ചു. സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് നേരെ വീട്ടിലേക്കല്ല പോണത്. നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ, അമ്മ, ശ്രീകുട്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രം വരെ വന്നതല്ലേ, അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് തൻ്റെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആട്ടോ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്കൂടെ ഇങ്ങനെ പോണത്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കഴിച്ചില്ല. അപ്പോഴും അച്ഛനും അമ്മയ്ക്കും ശ്രീകുട്ടിക്കും വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നേ. പ്ലേറ്റ് 3 മതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനി ഒരു ഫിലിമിന് കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ പാരിപ്പള്ളി രേവതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വന്നപ്പോഴത്തേക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഫിലിമിന് പോകാമെന്നുള്ളത്.
അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്തു, സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു, കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, നമുക്ക് 2-3 ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.